നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമയെ വെല്ലുന്ന രാഷ്ട്രീയ വളർച്ചയാണ് ഈ ഇന്ത്യക്കാരൻ ബ്രിട്ടനിൽ നിന്നും കാഴ്ചവെച്ചിരിക്കുന്നത്. തികച്ചും ഇന്ത്യൻ വംശജനും ഇൻഫോസിസ് സ്ഥാപക ചെയർമാനുമായ NR നാരായണമൂർത്തിയുടെ മരുമകനായ ഋഷി സനക് ബ്രിട്ടന്റെ പുതിയ ധനമന്ത്രിയായിരിക്കുകയാണ്. പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി തെറ്റി രാജിവെച്ച പാക് വംശജൻ ജാവേദിനു പകരമാണ് നിയമനം. മൂർത്തിയുടെ മകൾ അക്ഷതയുടെ ഭർത്താവായ ഋഷി ഇതുവരെ ട്രഷറി ചീഫ് സെക്രട്ടറി ആയിരുന്നു. ആദ്യ ബജറ്റ് ഒരു മാസത്തിനകം ഉണ്ടാകും. ബ്രിട്ടനിലെ അധികാര ശ്രേണിയിൽ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്തയാൾ ധനമന്ത്രി തന്നെയാണ്. നോർത്ത് യോർക്ക്ഷയറിലെ റിച്ച്മണ്ടിൽ നിന്നുള്ള കൺസർവേറ്റീവ് പാർട്ടി MP ഋഷി. തെരേസ മേ മന്ത്രിസഭയിൽ ഭവനകാര്യ സഹമന്ത്രിയായിരുന്നു. ബോറിസ് ജോൺസന്റെ പുതിയ മന്ത്രിസഭയിൽ ഇന്ത്യൻ വംശജ പ്രീതി പട്ടേൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം നിലനിർത്തി. ഇന്ത്യൻ വംശജൻ അലോക് ശർമ്മ ബിസിനസ് സെക്രട്ടറിയായി. ഇതുവരെ രാജ്യാന്തര വികസന വകുപ്പ് മേധാവിയായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഉപദേശക സംഘം തന്നെ ധനമന്ത്രിക്ക് മതിയെന്ന ജോൺസന്റെ നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ചാണ് ജാവേദ് രാജിവെച്ചത്. ഒരു പഞ്ചാബി പോപ്പ് ഗാനം പോലെ തന്നെ ജനപ്രിയം, ഹൃദ്യം, വർണ്ണശബളം ഋഷി സുനകിന്റെ കരിയറിനെ ഇങ്ങനെ തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. പഞ്ചാബിൽ വേരുകളുള്ള ഈ കുശാഗ്രബുദ്ധിയായ സാമ്പത്തിക വിദഗ്ധന്റെ കയ്യിൽ ബ്രെക്സിറ്റിന് ശേഷമുള്ള ബ്രിട്ടന്റെ ഭാവി ഭദ്രമാക്കിയിരിക്കുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അടിയുറച്ചു വിശ്വസിക്കുന്നു. 5 വർഷം മുമ്പ് MP പോലും അല്ലാതിരുന്നയാൾ കൈവരിച്ചിരിക്കുന്നത് കഥകളെ വെല്ലുന്ന വിധമുള്ള രാഷ്ട്രീയ വളർച്ച. ബ്രിട്ടനിലെ ഓക്സ്ഫോർഡിലും US-ലെ സ്റ്റാൻഫോർഡിലുമായി പൊളിറ്റിക്സും സാമ്പത്തിക ശാസ്ത്രവും പഠിച്ച് ഗോൾഡ്മാൻ സാക്സ് ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളിൽ ജോലി ചെയ്തും സ്വന്തമായ നിക്ഷേപക സഹായ കമ്പനി രൂപീകരിച്ചും ശോഭനമായ കരിയർ കെട്ടിപ്പടുത്ത ശേഷമാണ് അതെല്ലാം വിട്ട് 33-ാം വയസ്സിൽ രാഷ്ട്രീയത്തിലിറങ്ങി കൺസർവേറ്റീവ് പാർട്ടിയിൽ ചേർന്നത്. തൊട്ടു പിന്നാലെ അന്നത്തെ വിദേശകാര്യമന്ത്രി വില്യം ഹേഗ് ഒഴിഞ്ഞ സീറ്റിൽ മത്സരിച്ചു. 50% വോട്ട് നേടി വിജയം. വെള്ളക്കാർ ഭൂരിപക്ഷമായ നോർത്ത് യോർക്ക്ഷയറിലെ റിച്ച്മണ്ടിൽ ഋഷി കാഴ്ചവെച്ച വിജയം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. മരുമകന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് നാരായണമൂർത്തിയുടെ അകമഴിഞ്ഞ പിന്തുണയും ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം അക്ഷത ഒപ്പമുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയൻ വിടുന്നതിനെ സംബന്ധിച്ച് ബ്രിട്ടീഷ് രാഷ്ട്രീയം വിവിധ ചേരികളിലായി നിലയുറപ്പിച്ചപ്പോൾ ഋഷി തുടക്കം മുതൽ ബോറിസ് ജോൺസണൊപ്പം ആവേശപൂർവ്വം നിലകൊണ്ട്. ബ്രിട്ടനിലെ ബിസിനസ്സുകളിൽ 94% യൂറോപ്യൻ യൂണിയനുമായി ഒരു ബന്ധവുമില്ലെന്നും അവർ പിന്നെ എന്തിന് EU നിയമങ്ങൾക്ക് കീഴിൽ തുടരുമെന്നും ഋഷി വാദിച്ചു. കാര്യകാരണങ്ങളുമായി സ്ഫുടതയുള്ള ബ്രെക്സിറ്റ് സാമ്പത്തിക കാഴ്ചപ്പാടായിരുന്നു അത്. ആ രാഷ്ട്രീയ വിവേകത്തിന് അർഹമായ പ്രതിഫലം കൂടിയാണ് ഈ മന്ത്രിപദം. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.